നമസ്കാരം. റേഡിയോ മുക്കം പ്രാദേശിക വാർത്തകൾ. 24 മണിക്കൂറും പോലീസ് സുരക്ഷ ഏർപ്പെടുത്തും. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ സമരം അവസാനിപ്പിച്ചു. സംസ്ഥാനത്ത് ഒരാൾക്കുകൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. ഒരു മരണം. പാലക്കാട് സ്വദേശി ഗുരുതരാവസ്ഥയിൽ. നവീകരിച്ച കുമാരനല്ലൂർ മുക്കംകടവ് റോഡ് ഉദ്ഘാടനം ചെയ്തു. മുക്കം ഉപജില്ലാ സാമൂഹ്യശാസ്ത്രമേളയിൽ ഓവറോൾ സെക്കൻഡ് കിരീടം കരസ്ഥമാക്കി കുമാരനല്ലൂർ ഗവൺമെന്റ് LP സ്കൂൾ. വാർത്തകൾ വിശദമായി. ഡോക്ടർക്ക് നേരെ വധശ്രമം നടന്ന താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാർ നടത്തുന്ന സമരം താൽക്കാലികമായി നിർത്തിവെച്ചു. 24 മണിക്കൂറും പോലീസ് സുരക്ഷ ഏർപ്പെടുത്തുമെന്ന ജില്ലാ കലക്ടറുടെ ഉറപ്പ് കണക്കിലെടുത്താണ് സമരം അവസാനിപ്പിക്കുന്നതെന്ന് ഡോക്ടർമാരുടെ സംഘടനയായ KGMOA അറിയിച്ചു. ആശുപത്രിയിൽ സ്ഥിരം പോലീസ് ഔട്ട്പോസ്റ്റ് സ്ഥാപിക്കുമെന്നും അതുവരെ 24 മണിക്കൂർ പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തുമെന്നും ജില്ലാ കലക്ടറുമായും DMOയുമായും സംഘടനാ ഭാരവാഹികൾ നടത്തിയ ചർച്ചയിലാണ് ഉറപ്പ് നൽകിയത്. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ അടിയന്തരമായ ട്രയാജ് സംവിധാനങ്ങൾ ആരംഭിക്കാൻ ആശുപത്രി സൂപ്രണ്ടിന് DMO നിർദ്ദേശം നൽകാനും ചർച്ചയിൽ ധാരണയായി. താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ ഒഴിവുകളിൽ അഡ്ഹോക്ക് നിയമനം എത്രയും വേഗം നടത്താൻ നടപടികൾ സ്വീകരിക്കും. അക്രമ സംഭവത്തിൽ ഡോക്ടർക്കും ജീവനക്കാർക്കുമുണ്ടായ ഉത്കണ്ഠയും മനോവിഷവും പരിഗണിച്ച് ഒഴിഞ്ഞുകിടക്കുന്ന വിവിധ തസ്തികകളിൽ നിയമനം, ഗ്രേ കോഡ് പ്രോട്ടോകോൾ നടപ്പാക്കൽ, സുരക്ഷാ ജീവനക്കാരുടെ നിയമനം എന്നീ വിഷയങ്ങൾ 2 ആഴ്ചയ്ക്കുള്ളിൽ പരിഹരിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്നും ചർച്ചയിൽ ധാരണയായി. ഈ വ്യവസ്ഥകളെല്ലാം അംഗീകരിച്ചാണ് സമരപരിപാടികൾ അവസാനിപ്പിക്കുന്നതെന്ന് സംഘടനാ ഭാരവാഹികൾ അറിയിച്ചു. തിരുവമ്പാടി നിയോജകമണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്ന് തുക അനുവദിച്ച് നവീകരിച്ച കുമാരനല്ലൂർ മുക്കംകടവ് റോഡിന്റെ ജനകീയോദ്ഘാടനം MLA ലിൻഡോ ജോസഫ് നിർവഹിച്ചു. പ്രദേശത്തെ ഗതാഗതക്കുരുക്കിനും യാത്രാദുരിതത്തിനും പരിഹാരമാകുന്ന റോഡ് ജനകീയ പങ്കാളിത്തത്തോടെയാണ് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. ജില്ലാ പഞ്ചായത്ത് മെമ്പർ VP ജമീല ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് മെമ്പർ രാജിത മൂത്തേടത്ത്, മെമ്പർമാരായ K ശിവദാസൻ, KK നൌഷാദ്, ജിജിത സുരേഷ്, KP ഷാജി, CDS ചെയർപേഴ്സൺ M ദിവ്യ, പ്രാദേശിക നേതാക്കളായ അബ്ദുള്ള കുമാരനല്ലൂർ, N അബ്ദുൾ സത്താർ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിന് വാർഡ് മെമ്പർ ശ്രുതി കമ്പളത്ത് സ്വാഗതവും അജയ് ഘോഷ് നന്ദിയും പറഞ്ഞു. സംസ്ഥാനത്ത് ഒരാൾക്കുകൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. പാലക്കാട് കൊടുമ്പിൽ സ്വദേശിയായ 62-കാരനാണ് രോഗം സ്ഥിരീകരിച്ചത്. ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് ഇയാളെ 5-ാം തീയതി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലും തുടർന്ന് കമ്മ്യൂണിറ്റി സെൻ്ററിലേക്കും അവിടെ നിന്ന് ജില്ലാ ആശുപത്രിയിലേക്കും മാറ്റിയിരുന്നു. 6-ാം തീയതി നടത്തിയ പരിശോധനയിലാണ് ഇയാൾക്ക് രോഗബാധയുടെ ലക്ഷണങ്ങൾ ഉള്ളതായി കണ്ടെത്തിയത്. പിന്നീട് സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചപ്പോഴാണ് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത്. നിലവിൽ രോഗി തൃശൂർ മെഡിക്കൽ കോളേജിൽ അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. അതേസമയം അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരാൾ കൂടി മരിച്ചു. കൊല്ലം പട്ടാഴി മരുതമൺ ഭാഗം സ്വദേശിനിയായ 48 വയസ്സുകാരിയാണ് മരിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കശുവണ്ടി തൊഴിലാളിയായിരുന്നു ഇവർ. സെപ്റ്റംബർ 23-ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിൽ ഇവർക്ക് രോഗം സ്ഥിരീകരിച്ചിരുന്നു. സംസ്ഥാനത്ത് ഈ മാസം അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചുള്ള 3ാമത്തെ മരണമാണിത്. മുക്കം ഉപജില്ലാ സാമൂഹ്യശാസ്ത്രമേളയിൽ കുമാരനല്ലൂർ ഗവൺമെന്റ് LP സ്കൂൾ ഓവറോൾ സെക്കൻഡ് കരസ്ഥമാക്കി. ശാസ്ത്രഗണിത പ്രവൃത്തി പരിചയമേളകളിലും ഈ വിദ്യാലയം മികച്ച വിജയം നേടി. വിജയാഘോഷത്തിന്റെ ഭാഗമായി കാരമൂല അങ്ങാടിയിൽ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ആഹ്ലാദ പ്രകടനം നടത്തി. അനുമോദന ചടങ്ങ് PTA പ്രസിഡന്റ് അഖിലേഷ് ഉദ്ഘാടനം ചെയ്തു. ഹെഡ്മാസ്റ്റർ TK ജുമാൻ അധ്യക്ഷത വഹിച്ചു. K രസ്ന, ഷഹാന, ബിജുല, സ്കൂൾ ലീഡർ ഷിയ ഫാത്തിമ, പ്രേമി, ഷാലിമാർ എന്നിവർ ആശംസകൾ നേർന്നു. സീനിയർ അസിസ്റ്റന്റ് ഫൗസിയ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി സുനിത നന്ദിയും പറഞ്ഞു. ഹർഷ, അർച്ചന, പ്രസ്ഥ, ധന്യ, ഖൈറുന്നീസ, സ്മിത, മെഹബൂബ, റബീബ്, സാജിദ, ശ്രീജയ, നഫീസ എന്നിവർ നേതൃത്വം നൽകി. റേഡിയോ മുക്കത്തിൻ്റെ കൂടുതൽ പ്രാദേശിക വാർത്തകൾക്കായി കാത്തിരിക്കൂ.